വാട്സാപ്പ്, യൂട്യൂബ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ഒരു കോൾ സ്റ്റാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. മഹേന്ദ്ര അർമദ 1993 മോഡൽ വണ്ടിയുടെ കോൾ സ്റ്റാർട്ടാണ്. ഇത് ഏകദേശം 6 വർഷമായിട്ട് ഈ വണ്ടി സ്റ്റാർട്ടൊന്നും ചെയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അത് നമുക്ക് അതിന് വേണ്ടിയുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. നമ്മൾ 2 ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട് 24 കൊടുത്ത് അടിക്കാൻ വേണ്ടി. അതിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ അല്ലാതെ ചെയ്യും. നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ അസംബ്ലിയൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണ്. അത് കണക്ക് തന്നെ ഇല്ലറ്റ് മാനിഫോൾഡിലും എയർ ഫിൽറ്ററും കണക്ട് ചെയ്യുന്ന ഒരു ഓസ് മിസ്സിങ് ആണ്. പിന്നെ കുറച്ച് വാഷറുകളും ബോൾട്ടൊക്കെ ഈ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ മിസ്സിങ് ആണ്. അതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ. അപ്പോൾ അതൊക്കെ നമുക്ക് പിടിപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ടാങ്കിൽ നിന്നുള്ള ആ ഹോസ് ഫ്ലാഞ്ച് വാഷറും ബോൾട്ടും ഇട്ട് ഫ്യൂൽ ഫിൽറ്ററിൽ ഘടിപ്പിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡീസൽ പമ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. മഹേന്ദ്രയുടെ വണ്ടിയാണ്. സാധാരണ കോൾ സ്റ്റാർട്ടൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് മഹേന്ദ്രയുടെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നതാണ്. 24 കൊടുക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കാൻ നമുക്ക് നോക്കാം. നമ്മുടെ കൂട്ടുകാരൻ ലെവിൻ നല്ല പമ്പ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി കിടക്കുന്നത് കാട്ടാക്കടയാണ് കേട്ടോ. കാട്ടാക്കട ഏകദേശം കാട്ടാക്കട അടുത്തായിട്ട് വരും. ഈ വണ്ടി ഏകദേശം ഒരു 6 വർഷം മുമ്പ് ഒതുക്കിയിട്ട വണ്ടിയാണ്. അപ്പം ഈ വണ്ടി പുറത്തിറക്കാൻ കഴിയില്ല, ജസ്റ്റ് നമുക്ക് അനക്കി കാണിക്കാൻ കഴിയും. കാരണം ഇത് കയറ്റിയിട്ട സമയത്ത് ഇവിടെ മതിലൊന്നും ഇല്ലായിരുന്നു. അവർ മതിലൊക്കെ കെട്ടി അടച്ചു. ആ മതിലിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊളിച്ചാൽ മാത്രമേ ഈ വണ്ടി ഇനി വെളിയിറക്കാൻ കഴിയുള്ളൂ. പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പമ്പ് ചെയ്തിട്ടൊന്ന് ഡീസൽ വരാത്തതുകൊണ്ട് ഒന്ന് നമ്മൾ ഡീസൽ ഫിൽറ്ററിലോട്ട് വലിച്ച് സക്ക് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. മാക്സിമം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഡീസൽ വരുന്നില്ല, ചെറുക്കൻ്റെ ഉപ്പാട് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാം ചാനൽ ലൈക്കും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനൊന്നും ഒട്ടും മടി കാണിക്കരുത്. ഞാൻ പമ്പിയാണ് ഇറങ്ങി. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന പയ്യന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിൻ്റെ പേര് ഓട്ടോ ടെക് ബൈ ലിവിൻ ജോൺ എന്നാണ്. അപ്പം ആ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പം ആ ചാനലും ഒരു പുതിയ ചാനലാണ്. നല്ല നല്ല ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോ ഒക്കെ വരുന്ന ചാനലാണ്. അത് നിങ്ങളൊന്ന് കയറി നോക്കുക. നമ്മളിപ്പം പമ്പിലുള്ള ലൈനോട് എടുത്തതിൽ കൊടുത്തിട്ട് സക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതൊരു പ്യൂഷ്വറ്റ് എൻജിനാണ് കേട്ടോ. ഡി എൻജിൻ എന്നല്ല, അതിന് മുമ്പുള്ള 1993 മോഡൽ മഹേന്ദ്ര അർമാദയിൽ വരുന്ന പ്യൂഷ്വറ്റ് എൻജിനാണ്. അപ്പോൾ നമ്മൾ ഡീസൽ ഫിൽറ്ററിൽ നിന്ന് നമ്മളെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് പോകുന്ന ഹോസ് വഴി നമ്മളൊന്ന് ഡീസൽ സക്ക് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ഡീസൽ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ആ പ്രഷർ എന്ന് പറയാൻ വേണ്ട രീതിയിലൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും ഇത് ഡയറക്റ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കൊടുത്തൊന്ന് അടിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ഡീസൽ ഫിൽറ്ററിൻ്റെ ആ മൊഡ്യൂൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത്. വണ്ടി നമുക്ക് എന്തായാലും ഡയറക്റ്റ് കൊടുക്കുമ്പം റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഫിൽറ്ററെല്ലാം അടവായിരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. 6 വർഷത്തെ ആ ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ വരുന്നത്.
ഇതിപ്പം മിക്കവാറും ഡയറക്റ്റ് എടുക്കേണ്ടി വരും. നമ്മൾ ഡയറക്റ്റ് സ്റ്റാർട്ടിനുള്ള പ്രൊസീജിയറായിട്ട് പോയാലെന്ന് ആലോചിക്കുകയാണ്. ഇതാണ് ഫ്രണ്ട്സ് ഈ വണ്ടിയുടെ ചുറ്റുമുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഒരു ടാർപാക്കിട്ട് മൂടിയിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ദ്രവിച്ച് പോയി തുടങ്ങി. ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ പറയണ്ടല്ലോ. വണ്ടിയുടെ ബോഡി കാര്യങ്ങളെല്ലാം ഏകദേശം പഞ്ചറായിരിക്കുകയാണ്. എല്ലാം തുരുമ്പും കാര്യങ്ങളൊക്കെയാണ്. എൻജിൻ കണ്ടീഷനാണെന്ന് തോന്നുന്നു. നമ്മുടെ ഓയിലിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഡീസൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ലെവലും കൂളൻ്റൊക്കെ ചെക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ നോക്കാമായിരുന്നു. അപ്പം നമ്മളാലാവും വിധം എല്ലാം വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളെ ഇത് ഫോൾ സ്റ്റാർട്ടിലെ ഒരു ആദ്യത്തെ സംരംഭമാണ്. അപ്പോൾ നമ്മൾ വിജയിപ്പിച്ചിട്ട് പിന്നോട്ടുള്ള വന്ന കാര്യത്തിലാണ്. നമ്മുടെ ഇപ്പോൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായിട്ടുണ്ട്. ഒന്നും നടന്നെങ്കിലും ഡയറക്റ്റ് കൊടുത്താലും നിങ്ങൾ മുന്നിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി കാണിച്ചിട്ട് എന്ന് പോകത്തുള്ളൂ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ആരും നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യും. വണ്ടി ജസ്റ്റ് ഒന്ന് അനക്കിയെങ്കിലും കാണിക്കും. പുറത്ത് തൊട്ടൊന്നും ഇറക്കാൻ കഴിയില്ല. ഇറക്കാൻ കഴിയുകയായിരുന്നെങ്കിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഓടിച്ച് കാണിച്ചേനെ. അപ്പോൾ നമ്മൾ ചങ്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഒരു രക്ഷയില്ല, എങ്കിലും ഒന്നുകൂടെ പമ്പ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ശ്രമമായിട്ട് ബ്ലീഡിങ് സ്ക്രൂ ഉണ്ട്, എയർ സ്ക്രൂ ഫിൽട്ടർ അസംബ്ലിയിൽ, അതൊക്കെ ഒന്ന് അഴിച്ചും ഇവിടെ വണ്ടി ഡീസൽ ഫിൽട്ടർ ബോഡിയിൽ വരുമെന്ന് നോക്കുകയാണ്. ഒരനക്കവും ഇല്ല, ഡീസൽ വരുന്നില്ല. ഫ്ലാറ്റ് കഴിക്ക് അവസാനം ഡയറക്റ്റ് കൊടുക്കേണ്ട അവസ്ഥയിലാണ്. ഡയറക്റ്റ് കൊടുത്ത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. ഏറെ കാരണമൊക്കെ ചാൻസ് കൂടുതലാണ് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ. എന്തായാലും നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക രക്ഷയുള്ളതാണ് തോന്നുന്നത്. തമ്പി ഇതുപോലെ വന്നു. അവസാനം നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണ്. ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ ഹോസിനെടുത്ത് ഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട്, നമ്മുടെ മെയിൻ പമ്പായ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് കൊടുക്കുകയാണ്. രണ്ട് 15 വാഷറും ഒരു വോൾട്ടുമാണ് വരുന്നത്. അതാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു കോമ്പിനേഷൻ വെച്ച് അത് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, എങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു ബാറ്ററി ഉപയോഗിച്ച് എടുത്തിരിക്കുന്നത് നമ്മുടെ ബൊലേറോയുടെ ഒക്കെ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളത് മാക്സിമം ഇഗ്നിഷൻ വഴി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇഗ്നിഷൻ വഴി സ്റ്റാർട്ടാവുന്നതാണ് തോന്നുന്നത്. മീറ്റർ കൺസോളൊക്കെ ലൈറ്റ് തെളിച്ചിട്ടുണ്ട്. അപ്പം മിക്കവാറും ചിലപ്പോൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഡയറക്റ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഡോറിൻ്റെ ഫ്യൂൽ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കൂളൻ ലെവൽ ചെക്ക് ചെയ്യുകയാണ്. കൂളൻ ലെവൽ വാട്ടറൊക്കെ കറക്റ്റ് ഉണ്ട്. നമുക്ക് ഇനി എഞ്ചിൻ ഓയിൽ ലെവലോട് ചെക്ക് ചെയ്യാം. എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ മോശമാണ് ഇത്രയും കാലം ആയതുകൊണ്ട് തന്നെ. എങ്കിലും നമുക്ക് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓയിലിൻ്റെ അളവ് ഒക്കെ അതിലുണ്ട്. നമുക്ക് ഇതൊക്കെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ഹോസ് മിസ്സിങ് ആണ്. അത് നമ്മൾ ഇടുന്നില്ല, അതുകൊണ്ട് അതിന് വേണ്ടി സ്റ്റാർട്ടാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അകത്ത് വല്ലോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സക്ക് ചെയ്ത് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്രാങ്ക് ചെയ്യുകയാണ്. ഇഗ്നിഷൻ വഴിയാണ്, ഡയറക്റ്റ് എന്നല്ല, ഇഗ്നിഷൻ വഴിയാണ് ക്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ
എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പത്രം അടിക്കുന്ന കറക്റ്റ് കാണാൻ കഴിയും. ടാങ്കാൻ മുമ്പ് വണ്ടി സ്റ്റാർട്ടാവണമെന്ന് പ്രതീക്ഷ. സ്റ്റാർട്ടിങ്ങിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ ഉള്ള മുമ്പുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പാത്രം വഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ഇത് ഭാഗം ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു 6 കൊല്ലം ഒതുക്കിയിട്ട വണ്ടിയാണെന്നൊന്നും പറയാൻ കഴിയുന്നില്ല. കാരണം 6 കൊല്ലം ഒതുക്കിയിട്ടിട്ട് പോലെ മഹേന്ദ്രയുടെ പഴയ സീറ്റ് എഞ്ചിൻ്റെ പവർ കണ്ടു. ജസ്റ്റ് ഒരു 15 ഒരു 10 മിനിറ്റ് കൊണ്ട് ശ്രമിച്ച് ക്രാങ്കൊക്കെ ചെയ്തപ്പോൾ വണ്ടി അങ്ങ് കണ്ടീഷനായി, സ്റ്റാർട്ടിങ് കണ്ടീഷനായി. നമ്മുടെ ബാലൻസിൽ കൂടെയൊക്കെ പുക വരുന്നുണ്ട്, കാണാൻ കഴിയും. വണ്ടി സ്റ്റാർട്ടിങ് ആണ്. വണ്ടിയിലുള്ള സ്മോക്കൊന്നും കാണാൻ കഴിയുന്നില്ല. വണ്ടിയിൽ സ്മോക്കുണ്ട്. ഒരു കിട്ടുന്ന വണ്ടിയുടെ ആദ്യം സ്മോക്കും പുകയൊന്നും കാണാനില്ല. ഇതെന്ന് പറയുന്ന ഈ അർമദ എന്ന് പറയുന്നത് നമ്മുടെ ബൊലേറോയുടെ ഇപ്പോഴത്തെ ബൊലേറോയുടെ ഒരു മുന്നായിട്ട് വരും ഈ വണ്ടി. ഈ വണ്ടിയുടെ ഷേപ്പിൽ നിന്ന് പ്രചോദനം നോക്കുന്നതാണ് ബൊലേറോയി അവസാനം ഇറങ്ങിയ ബൊലേറോ പവർ ബ്ലോക്കിൻ്റെ ആ ഷേപ്പ് പോലെ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. വീണ്ടും അതിൻ്റെ ഹെഡ്ലൈറ്റ് സ്ക്വയർ ഹെഡ്ലൈറ്റുമാണ്. നമ്മൾ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് നനക്കാൻ പറ്റുമെന്ന് നോക്കിയാണ് കേസ് സാഹസത്തിനൊക്കെ നമ്മൾ മുതിരുന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോകളുള്ള ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും അതിന് മൂവ്മെൻറ്റ് ചെയ്യാനുള്ളൊക്കെ ശ്രമത്തിലാണ് വീണ്ടും. അതും കൂടെ നമ്മൾ സാധിച്ചിരിക്കും എന്തായാലും ഈ വീഡിയോയിൽ. പുറത്തോട്ടിറങ്ങി ഓടിക്കാനൊന്നും കഴിയത്തില്ല, എങ്കിലും ഞങ്ങൾ മാക്സിമം വേണ്ടിയും ജസ്റ്റ് നനക്കാനെങ്കിലും ശ്രമിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ചെറുക്കൻ വണ്ടി ഇപ്പം എന്തായാലും മൂവ്മെൻറ്റ് വണ്ടി ഒന്ന് നനക്കാനുള്ള ശ്രമത്തിലാണ്. വണ്ടി എന്തായാലും അനങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേലൊക്കെ ഏറെ കുറവാണെങ്കിലും ജസ്റ്റ് നനക്കാൻ ഏറൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും കഴിയുന്നതാണ്. ഫ്രണ്ട്സിന് നല്ലപോലെ പുക വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അനങ്ങിയിട്ടുണ്ട് വണ്ടി, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊന്ന് ഫ്രണ്ടിലോട്ട് അനക്കി നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.